ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വെരി ടേസ്റ്റി ആയിട്ടുള്ള ടീ ടൈം സ്നാക്ക്. ഗോതമ്പ് പൊടി കൊണ്ട് സോഫ്റ്റ് കലത്തപ്പം. ഇതുപോലൊരു മിക്സി ജാറിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക, 1 കപ്പ് വെള്ളം. അത് ഏതാണ്ട് നമ്മുടെ ദോശമാവ് അരച്ചെടുക്കേണ്ട അത്ര ഇതിൽ ചേർക്കണം. പിന്നെ 1/2 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ റൈസ്, 1 ടേബിൾ സ്പൂൺ റവ, 4 ഏലക്കായ, പിന്നെ 2 നുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നൈസായിട്ട് അരച്ചെടുക്കുക. മാവ് അരച്ചെടുത്ത് കഴിഞ്ഞ് ഒരു 5 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. ഈ ഉരുക്കിയ ശർക്കര ചൂടോടെ തന്നെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം, ഇളക്കിക്കൊണ്ട്. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ മാവ് കട്ട കെട്ടി പോവും. 1 സ്പൂൺ നെയ്യ് ചൂടാക്കിയതിൽ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉള്ളി. കുഞ്ഞുള്ളിയാണ് ടേസ്റ്റ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് സവോള, ഒരു ചെറിയ സവോള അരിഞ്ഞെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതാണ് പാകം. കരിഞ്ഞു പോകരുത്. ഈ പാകത്തിൽ മൂപ്പിച്ചെടുത്ത പാടെ അതേ ചൂടിൽ തന്നെ നമുക്ക് ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ചൂടോടുകൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഇളക്കി ചേർക്കണം. നമ്മുടെ ഡോ റെഡി. ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോതമ്പ് കലത്തപ്പം റെഡിയാക്കാം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് കലത്തപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, കലത്തപ്പത്തിൻ്റെ മാവ്, അത് മുഴുവനായിട്ടും അതിൽ ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച കുഞ്ഞുള്ളിയും തേങ്ങാക്കൊത്തും മാറ്റി വെച്ചായിരുന്നു മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ. അത് വിതറിക്കൊടുത്തു. ഇനി ഇതുപോലെ അടച്ച് വെച്ച് ഒരു 35-40 മിനിറ്റ്സ് ആവശ്യമുണ്ട് ഇത് വെന്ത് വരാൻ. ഇടയ്ക്ക് ശ്രദ്ധിക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ ഞാൻ അടിയിലൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിനടിയിൽ അത് നന്നായി ചൂടായപ്പോൾ അതിൻ്റെ മുകളിലാണ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലേറ്റ് വെച്ചൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ കലത്തപ്പം വെന്തിട്ടുണ്ടോ എന്ന് കുത്തി നോക്കിയ ശേഷമാണ് തിരിച്ചിട്ടത്. പാകത്തിനായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നുകൂടെ ആ ഭാഗം കൂടെ മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടതാണ്. തിരിച്ചിട്ട ശേഷം ഒരു 2-3 മിനിറ്റേ വെക്കേണ്ടതുള്ളൂ. നമ്മുടെ കലത്തപ്പം റെഡിയായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. തണുത്ത ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കലത്തപ്പാണിത്. നമ്മൾ അരി പൊടിക്കണ്ടയോ അരക്കണ്ടയോ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയെടുത്ത് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.